2017 ജെഇഇ മെയിൻസിൽ 360-ൽ 360 മാർക്ക് നേടി കൽപിത് വീർവൽ ചരിത്രം കുറിച്ചിരുന്നത്. ജെഇഇ മെയിൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി മുഴുവൻ മാർക്ക് നേടുന്നത്. നേട്ടവുമായി കൽപിത് വാൾവർ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. വലിയ മാർക്ക് നേടിയ രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കി ലക്ഷങ്ങൾ കിട്ടുന്ന ശമ്പളങ്ങൾ കിട്ടുന്ന ജോലിക്ക് പിറകെ പോവാനായിരുന്നില്ല ഈ മിടുക്കന്റെ ആഗ്രഹം എന്നുള്ളതാണ് നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ ഞെട്ടിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് സംരംഭം തുടങ്ങുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അധികം വൈകാതെ തന്നെ കൽപിത്തിന്റെ സ്റ്റാർട്ടപ്പ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠന ആശ്രയമായി മാറി. ജനിച്ചത് ഉദയ്പൂരിലെ സാധാരണ കുടുംബത്തിലാണ് കൽപിത്. അദ്ദേഹത്തിന്റെ പിതാവ് ഉദയ്പൂരിലെ മഹാറാണ ഭുവൽ ഗവൺമെന്റ് ആശുപത്രിയിലെ കമ്പൗണ്ടർ ആയിരുന്നു. അമ്മ പുഷ്പ വീൽവർ സ്കൂൾ അധ്യാപികയും. മക്കൾ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന് ആ മാതാപിതാക്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ അനുകൂല സാഹചര്യം മുതലെടുത്ത് കൽപിത് നന്നായി പഠിച്ചു. ജെഇഇ പരീക്ഷ എഴുതുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും പോലെ രാജസ്ഥാനിലെ കോട്ടയിൽ കോച്ചിങ്ങിന് പോകാൻ കൽപിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്കൂൾ പഠനത്തിനൊപ്പം തന്നെ സ്വന്തം നിലയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഈ മിടുക്കൻ. ജെഇഇ പരീക്ഷ എഴുതി അവൻ മാർക്ക് സ്വന്തമാക്കുകയും ചെയ്തു. അതുപോലെ ദിവസം 16 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുന്ന ശീലവും കൽപിത്തിന് ഉണ്ടായിരുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. എന്നാൽ പഠിക്കാനായി ഇരിക്കുന്ന സമയം പരിപൂർണമായി വിനിയോഗിക്കാൻ കൽപിത് ശ്രദ്ധിച്ചു. നീണ്ട മണിക്കൂറുകൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രദ്ധയോടെ പഠിക്കുന്നതാണെന്നും ഇക്കാര്യം എല്ലാ അഭിമുഖങ്ങളിലും കൽപിത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ഒളിമ്പ്യാഡ്, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്നീ സ്കോളർഷിപ്പ് പരീക്ഷകളിലെ വിജയി കൂടിയാണ് കൽപിത്. ജെഇഇ മെയിൻസിൽ റെക്കോർഡ് വിജയത്തിന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായ ബോംബെ ഐഐടിയിൽ ജോയിൻ ചെയ്തു. അവിടെ എല്ലാവരും ബിരുദം പൂർത്തിയാക്കിയതിന്റെയും ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെയും ആറക്ക ശമ്പളം കിട്ടുന്ന ജോലികളുടെയും പിറകെയായിരുന്നു പോയത്. അവിടെയും കൽപിത് വ്യത്യസ്തരാവുകയും ചെയ്തു. മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊന്നും കൽപിത് താല്പര്യം തോന്നിയിട്ടില്ല. ബോംബെ ഐഐടിയിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കൽപിത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. തന്റെ പഠന ടിപ്സുകൾ പങ്കുവച്ചായിരുന്നു തുടക്കങ്ങൾ. കൽപിത്തിന്റെ പഠന രീതികൾ ആരാധകർ ഒരുപാടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വർദ്ധിക്കാൻ അധിക കാലം വേണ്ടി വന്നില്ല. 2019 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നേടിയപ്പോൾ യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചിരുന്നു. അതോടെ കൽപിത്തിന്റെ ആത്മവിശ്വാസം കുതിച്ചുയരുകയും ചെയ്തു. യൂട്യൂബ് ചാനലിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ കൽപിത് പഠനം ഉപേക്ഷിക്കാൻ വരെ തയ്യാറായിരുന്നു. ബിരുദം നേടാൻ ഒരു സെമസ്റ്റർ മാത്രം ശേഷിക്കുകയായിരുന്നു ഈ കടുത്ത തീരുമാനം. അതെല്ലാവരും ഒന്ന് ഞെട്ടിക്കുകയും ചെയ്തു. 4ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കൽപിത്തിന്റെ അക്കാദ്ബൂസ് ലാഭത്തിലായി. അതിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയാണ് കൽപിത് പഠനം നിർത്താൻ തീരുമാനിച്ചിരുന്നത്.